കൊല്ലത്ത് എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിന്റെ കള്ളക്കളി. ബിജെപി പ്രവർത്തകനെ മനഃപൂർവ്വം കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. പോലീസ് പ്രവർത്തിച്ചത് LDF പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമെന്നും ആരോപണം. കൊല്ലം മുളവനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിൽ പരിക്കേറ്റ സംഭവം വിവാദമായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് കാട്ടി കൃഷ്ണകുമാർ കൊല്ലം കുണ്ടറ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. CPMകാർക്കെതിരായ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സജീവ BJP പ്രവർത്തകനും മുളവന സ്വദേശിയുമായ സനലിനെ. NDA സ്ഥാനാർത്ഥിയെ ആക്രമിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിലെന്ന പേരിൽ പത്രമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും സനലിന്റെ ചിത്രം പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണകുമാർ ജിക്ക് പരിക്കേൽക്കുമ്പോൾ താൻ സ്ഥാനാർത്ഥിയുടെ തൊട്ടടുത്തുണ്ടായിരുന്നില്ലെന്നാണ് കേസിൽ അറസ്റ്റിലായ സനൽ പറയുന്നത്. ഞാൻ ആ പരിക്ക് സ്ഥലത്ത് ഇല്ല. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ മറ്റു പ്രവർത്തകരെ കൊണ്ടുണ്ട് നമ്മുടെ ബൈക്ക് റാലി അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോയത്. തന്നെ വിളിച്ചു വരുത്തിയ പോലീസ് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചെന്നും കേസ് പിൻവലിക്കാൻ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെടാൻ പറഞ്ഞതായും സനൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വിളിച്ച് പറഞ്ഞു നോട്ടീസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങളെ CA ആയിട്ട് സംസാരിച്ചു. CA ആയിട്ട് പറഞ്ഞു കുറ്റം ചെയ്തോ? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. അത് CA പറഞ്ഞ വീഡിയോ ഉണ്ട് മറ്റതുകൊണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കാണിക്കാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടുത്തെ LDFകാരാണ് എൻ്റെ കയ്യാ തട്ടിയെന്ന് പറഞ്ഞ് LDFകാരാണ് പോലീസുകാരടുത്ത് പറഞ്ഞത്. അത് ആ LDFൻ്റെ ഒത്താശയാണ് ആ CA എനിക്ക് വരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെയോ എൻ്റെ സ്ഥാനാർത്ഥിയുടെയോ മൊഴി എടുത്തിട്ടില്ല. പ്രതിയാക്കാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഇടതുപക്ഷ പ്രവർത്തകരാണെന്നും സനൽ വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണകുമാറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ടു പോകാനാണ് സനലിന്റെ തീരുമാനം. NDA സ്ഥാനാർത്ഥിയുടെ പരാതി ചൂണ്ടിക്കാട്ടി BJP പ്രവർത്തകനെ തന്നെ അറസ്റ്റ് ചെയ്ത രാഷ്ട്രീയ ഇടപെടലിന് രാഷ്ട്രീയമായി തന്നെ മറുപടി നൽകാനൊരുങ്ങുകയാണ് BJP. ജനം, കൊല്ലം.